ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മാധവേട്ട, മുഖത്ത് സൂര്യൻ ഉദിച്ചതുപോലെ ഒരു ചിരി തങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ? മക്കളെ എല്ലാം ഒരുമിച്ച് കണ്ടപ്പോ എന്താന്നറിയില്ല, മനസ്സങ്ങ് നിറഞ്ഞു. വർഷം കൂടി വേണമായിരുന്നു. അവളില്ലാത്തതൊരു കുറവ് തന്നെയാ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വർഷമോളെ ദൈവം തമ്പുരാൻ തിരിച്ചു തന്നില്ലേ? അതിൽ പരി എന്ത് ഭാഗ്യവാ ചന്ദ്രു ഈ വയസ്സുകാലത്ത് നമുക്ക് കിട്ടാൻ. മാധവേട്ട, കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. ദേവിക്ക് എല്ലാ മക്കളുടെയും പേരിൽ അർച്ചന കഴിപ്പിക്കണം. നമ്മുടെ കല്യാണത്തിന് മുന്നേ അച്ഛനും ഏട്ടനും എല്ലാ മലയാള മാസം 1-ാം തീയതി എന്നെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ നടത്തുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു കാലം. പ്രാർത്ഥനയുടെയും പൂജയുടെയും ഫലം കൊണ്ട് ദൈവത്തിന്റെ പേരുള്ള ഒരാളിനെ തന്നെ കൂട്ടായി കിട്ടിയില്ലേ ഈ മാധവൻ. അതിനെന്താ സംശയം? ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാ എനിക്ക് മാധവേട്ടനെ കിട്ടിയത്. ചന്ദ്രു, ഇത് പറയുമ്പോ എനിക്ക് പൂന്താനത്തിന്റെ വരികളാ ഓർമ്മ വരുന്നത്. മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന നീ കുടിലിൽ താമസിക്കേണ്ടി വന്നില്ലേ? വസന്താന്റി നെയ്പത്തിന്റെ ബാക്കി കഥ പറഞ്ഞതാ. അച്ഛനും അച്ഛമ്മയും പറഞ്ഞു തന്നില്ലെങ്കിലും എനിക്കെന്നെ വസന്താന്റി പറഞ്ഞു തരുമല്ലോ കഥ. പറ വസന്താന്റി. പറയാം. മോക്ക് ഏത് കഥയാ വേണോന്ന് പറഞ്ഞത്? ഓ, നെയ്യപ്പത്തിന്റെ കഥ അല്ലേ? ആ, നെയ്യപ്പത്തിന്റെ കഥയല്ലേ? പറയാം. പണ്ടേ ഒരിടത്ത് ഒരയ്യപ്പനുണ്ടായിരുന്നു. അയ്യപ്പനോ? ആ, അയ്യപ്പൻ. ആ അയ്യപ്പന്റെ അമ്മ ഒരു ദിവസം നെയ്യപ്പൻ ചുട്ടു. എന്നിട്ട് ഒരു ദിവസം ആ നെയ്യപ്പവേ ഒരു കാക്ക കുത്തിക്കൊണ്ടുപോയി. കാക്ക കുത്തിക്കൊണ്ടുപോയെന്നോ? ഇതെന്തൊരു കഥ? അതാരാ കാറില്? നെയ്യപ്പം അല്ല, ജഗന്റെ അമ്മ. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? അകത്തേക്ക് വാ. ആ നാശം പിടിച്ച കുട്ടിഭൂതമാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. ഒന്നങ്ങോട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ജഗ, ഹരിതേ, ദേ അമ്മയും അപ്പച്ചിയും വന്നിരിക്കുന്നു. അച്ഛമ്മേ. മോളെ, മാനത്തെ കൊട്ടാരം